بسم الله الرحمن الرحيم قال اهبطا منها جميعا بعضكم لبعض عدو فإما يأتينكم مني هدى فمن اتبع هداي فلا يضل ولا يشقى ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى صدق الله العظيم وصدق وبلغ رسوله النبي الكريم نحن على ذلك من الشاهدين الحمد لله رب العالمين إن أريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وهو റബ്ബുൽ അർശിൽ അദീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറ ത്വാഹയിലെ 123-124 വചനങ്ങളാണ് പാരായണം ചെയ്തത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമയോടും ഹവ്വയോടും ഈ ഭൂമിയിലേക്ക് പോകാൻ കൽപ്പിക്കുമ്പോൾ അള്ളാഹു നൽകുന്ന ഒരു നിർദ്ദേശമാണ് ഇതിലെ പ്രമേയം. ആ നിർദ്ദേശം ഇതാണ്: ഫഇമ്മ യഅതിയന്നകും മിന്നി ഹുദൻ, എൻ്റെ ഹുദ നിങ്ങൾ ഫോളോ ചെയ്യുക. ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യഷ്ഖ, ആ ഹുദ നിങ്ങളിലേക്ക് വരും, അത് നിങ്ങൾ ഫോളോ ചെയ്താൽ, അതിനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴിപിഴച്ചു പോവുകയുമില്ല, ദൗർഭാഗ്യത്തിൽ പെട്ടുപോവുകയുമില്ല. ഇനി വമൻ ആറള അൻ ദിക്രി, എന്നെ വിസ്മരിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ, നിങ്ങൾ ഈ ടെക്സ്റ്റ്, ഈ ഹുദ ഫോളോ ചെയ്യാതെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, ഫഇന്ന ലഹു മഈശത്തൻ ലങ്ക, ജീവിതം കുറച്ച് പ്രശ്നമാവട്ടാന്നാണ്, കഷ്ടപ്പെടുന്നതാണ്, നിങ്ങൾ ട്രാപ്പിൽ അകപ്പെടാനുള്ള ധാരാളം സാധ്യതകളുണ്ടെന്നാണ് അള്ളാഹു പറയുന്നത്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ, മാത്രമല്ല അന്ത്യനാളിൽ നിങ്ങൾ കണ്ണ് കാണാത്ത അവസ്ഥയിലായിരിക്കും വരിക എന്നാണ്. അപ്പോൾ നമ്മൾ കണ്ണ് കാണുന്നുണ്ടല്ലോ, നമ്മൾ പരലോകത്തെക്കുറിച്ചൊക്കെ നമുക്ക് നല്ല ഗ്രാഹ്യമുണ്ട്. ഖുർആനിൽ നിന്ന്, ഹദീസിൽ നിന്ന്, പ്രഭാഷണങ്ങളിൽ നിന്ന് പലതുമായി നമുക്കറിയാം. പാരൻസ് നമുക്ക് പറഞ്ഞു തരും അല്ലേ, എങ്ങനെയൊക്കെ നമുക്ക് പരലോകത്തെക്കുറിച്ച് അറിയാം. അവിടെ ചെന്നിട്ട് അതൊക്കെ കാണണം നമുക്ക് ആഗ്രഹമുണ്ടല്ലോ. പക്ഷെ അവിടെ ചെന്നാൽ പലർക്കും കാണാൻ പറ്റില്ല എന്ന്, കണ്ണ് കാണില്ല എന്ന് അള്ളാഹു പറയാണ്. എന്താ കാരണം? ഈ ഹുദ അവർ ഫോളോ ചെയ്യാത്തതിൻ്റെ പേരിൽ അവർ അന്ത്യനാളിൽ ബ്ലൈൻഡായിട്ടായിരിക്കും വരിക എന്നാണ്. ഖാല റബ്ബി ലിമ ഹശർതനി അമ വഖദ് കുന്തു ബസീറ, അപ്പോൾ റബ്ബിനോട് ഈ ആളുകൾ പരാതി പറയുന്നു: റബ്ബേ, ഞാൻ കണ്ണ് കാണുന്ന ആളായിരുന്നല്ലോ, നീ എന്താണ് ഇവിടെ ഞങ്ങളെ ഇങ്ങനെ ബ്ലൈൻഡായിട്ട് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്? ഖാല കദാലിക അതത്ക ആയാതുന ഫനസീതഹ വകദാലിക യൗമ നുൻസ, പ്രശ്നം, നിങ്ങളിലേക്ക് ആയത്തുകൾ, പടച്ചവൻ്റെ വചനങ്ങൾ വന്നിരുന്നു, നിങ്ങൾ എന്നെ മറന്നു. വകദാലിക യൗമ തുൻസ, അതുകൊണ്ട് ഇന്നേ ദിവസം ഞാൻ നിങ്ങളെയും മറന്നു. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന, പഠിച്ചുകൊണ്ടിരിക്കുന്ന, പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഈ ആയത്തുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇത് വെറും ഒരു തമാശയായിട്ട് കാണരുത്. വമാഹുവ ബിൽ ഹസിൽ, ഇതൊരു തമാശയല്ല, ഇത് വളരെ പ്രശ്നമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ സന്ദർഭത്തെ, ഈ വായനയെ, ഈ പഠനത്തെ, ഈ പങ്കുവെക്കലിനെ കുറച്ചുകൂടി സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ ക്ഷമയോടുകൂടി സമീപിക്കണമെന്നാണ് പറയുന്നത്. ഈ ഖുർആൻ നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. ഒന്ന് ഫലാ യളില്ലു വലാ യഷ്ഖ, നിങ്ങൾ ഒരിക്കലും വഴിപിഴച്ചു പോവുകയില്ല, നിങ്ങൾ ഭാഗ്യം കെട്ടവരിൽ, ഭാഗ്യഹീനരിലും പെട്ടുപോവില്ല. നേരെ മറിച്ച് നിങ്ങൾ അതിനെ അവഗണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് വലിയ നഷ്ടമാണ്. ഈ ഭൂമിയിൽ നാളെ മരണാനന്തരം നിങ്ങൾ കണ്ണു കാണാത്തവരായി തീരുകയും ചെയ്യുമെന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്. അപ്പോൾ പർപ്പസ് ഓഫ് ഖുർആൻ, ഖുർആൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ ഹുദയാണ്, ഈ ലൈറ്റാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാവുന്നുള്ളതാണ്. ഭാവിയെക്കുറിച്ചുള്ള ഖുർആൻ വേറൊരിടത്ത് പറയുന്നുണ്ട്: ഫഇമ്മ യഅതിയന്നകും മിന്നി ഹുദൻ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ഈ ഹുദ ഫോളോ ചെയ്താൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആദി ഉണ്ടാവില്ല, പാസ്റ്റിനെ കുറിച്ചുള്ള ദുഃഖവും ഉണ്ടാവില്ല. ലിവ് ഇൻ ദി പ്രസൻറ്റ്, സുഖമായി നമുക്ക് എല്ലാ ദിവസവും പ്രസൻറ്റ് ടെൻസിൽ ജീവിക്കാൻ സാധിക്കും.
ഭാവിയെക്കുറിച്ചുള്ള ഒരു തരത്തിലുള്ള ആങ്സൈറ്റി ഡിസോർഡറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമോ നിങ്ങൾ അഭിമുഖീകരിക്കില്ല. ഇതൊരു വലിയ ഒരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ ആയിത്തീരുക, അതാണ് പർപ്പസ് ഓഫ് ഖുർആൻ എന്ന് പറയുന്നത്. ഇനി ഖുർആൻ്റെ കണ്ടൻറ്റ് ഓഫ് ഖുർആൻ അത് ഗംഭീരമായി. അപ്പോൾ ഇത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് സമാധാന ജീവിതം, ഹാപ്പിനെസ് തരും എന്നാണ് അള്ളാഹു പറയുന്നത്. ഹാപ്പിനെസ്സും പ്ലഷറും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഇന്നത്തെ പിള്ളേർക്ക് പ്ലഷറാണ് ആവശ്യം. അവർക്ക് പ്ലഷർ എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ഒരു ലഭിക്കുന്ന ഒരു ഫീലാണത്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ലോങ് ടൈം നിലനിൽക്കുന്നതാണ്. പ്ലഷറും ഹാപ്പിനെസ്സും തമ്മിൽ വ്യത്യാസം. മദ്യം കഴിച്ചാൽ, LSDയോ MDMAയോ ഉപയോഗിച്ചാൽ പ്ലഷർ ഉണ്ടാവും. നേരെ മറിച്ച് പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ ഹാപ്പിനെസ് ഉണ്ടാവും. മാൻ ഈസ് എ പ്ലഷർ സീക്കിംഗ് അനിമൽ എന്നാണ്. ഇവന് പ്ലഷറാണ് ഇവർക്ക് ഇഷ്ടം. അപ്പോൾ ആ പ്ലഷറിനെ മറികടന്ന് നിലനിൽക്കുന്ന, നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ മരുന്ന് അടിച്ചടിച്ചിട്ട് പിന്നെ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജീവിതത്തിന് എല്ലാ ഹാപ്പിനെസ്സും നഷ്ടപ്പെടും. അപ്പോൾ ഈ പ്ലഷറും കിട്ടാണ്ടാവും. അങ്ങനെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ജീവിതം ഗദ്യമുട്ടി വഴിമുട്ടി. കാരണം അവർക്ക് എന്ത് കഴിച്ചിട്ടും എന്തുപയോഗിച്ചിട്ടും അവർക്കത് എഫക്റ്റ് ചെയ്യുന്നില്ല. നേരെ മറിച്ച് ഇപ്പുറത്ത് ഇതൊന്നും ഉപയോഗിക്കാതെ ഡോപ്പോമിൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, ഹാപ്പി ഹോർമോൺസ് ഒക്കെ നിറഞ്ഞ് അടിപൊളിയായിട്ട് ജീവിക്കുന്ന എത്ര ആൾക്കാരെ കാണാം. നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഇത് തിരഞ്ഞ് നടക്കുന്നത്? ഇതൊക്കെ അള്ളാഹു ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ സാധനം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഈ ഹാപ്പി ഹോർമോൺ നിങ്ങൾക്ക് തരുന്നു. അത് നിങ്ങൾ അത് ഉപയോഗിച്ചാൽ വേറെ അപകടങ്ങളുണ്ട്. അതില്ലാതെ തന്നെ ഈ നാച്ചുറലായി ഈ സാധനം ലഭിക്കുന്നുവെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഈ അപകടത്തിൽ പോയി പെടുന്നതെന്നാണ് പടച്ചവൻ ചോദിക്കുന്നത്. അപ്പോൾ സമാധാനത്തോടെ ഹാപ്പി ലൈഫോട് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ സ്വീകരിക്കുക എന്നതാണ്. അപ്പോൾ ഖുർആൻ്റെ കണ്ടൻറ്റ് എന്താണ്? ഖുർആൻ്റെ കണ്ടൻറ്റ് സൂറത്തുൽ ഫാത്തിഹയിലുണ്ട് എന്നാണ്. ഖുർആൻ്റെ ഓരോ അധ്യായത്തിൻ്റെയും പ്രത്യേകത ആ അധ്യായത്തിലെ വാക്കുകളിൽ നിന്നാണ് അതെടുക്കുക. സൂറത്തുൻ നാസ്, ഖുൽ റബ്ബിൻ നാസ്, അതിൽ നിന്നാണ് അതെടുക്കുന്നത്. അങ്ങനെ ഓരോന്നും നമുക്ക് സൂറത്തുൻ നഹ്ല്, അതുപോലെ അൽ ബഖറ അല്ലേ. പക്ഷെ സൂറത്തുൽ അങ്ങനെ അല്ലാതെ എടുത്ത അധ്യായങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു ഫാത്തിഹയുടെ പ്രത്യേകത, അത് ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയിൽ എവിടെയും ആ ഒരു പ്രയോഗം കാണാൻ സാധിക്കില്ല. ദി ഓപ്പണർ എന്നാണ് അൽ ഫാത്തിഹയുടെ അർത്ഥം. അതൊരു പ്രിഫൈസ് ആണ്. എന്താണ് ഖുർആൻ്റെ കണ്ടന്റ് എന്ന് ഈ അധ്യായത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഖുർആൻ്റെ ടോട്ടാലിറ്റിയെ, അതിൻ്റെ സമ്മറി ഓഫ് ഖുർആനാണ് യഥാർത്ഥത്തിൽ ഫാത്തിഹ. അതുകൊണ്ടാണ് ഇതിന് ഉമ്മുൽ കിതാബ് എന്ന് പേരുണ്ട്. ഉമ്മുൽ കിതാബ്, മദർ ഓഫ് ഖുർആൻ. ഈ ബുക്കിൻ്റെ എല്ലാ പുസ്തകങ്ങളും തുടങ്ങുമ്പോൾ ഒരു പ്രിഫേസ് ഉണ്ടാവില്ല എന്നതുപോലെ ഈ ഖുർആനിൻ്റെ മൊത്തം സമ്മറി ഈ അൽ ഫാത്തിഹയിൽ നമുക്ക് ഒളിഞ്ഞു കിടക്കുന്ന കാണാൻ സാധിക്കും. ഇപ്പോൾ തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ്. അപ്പോൾ അള്ളാഹു ഖുർആനിൽ ധാരാളമായി പറയുന്ന ഒരു കാര്യം അള്ളാഹുവിൻ്റെ സവിശേഷതകളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചാണ് ഖുർആൻ്റെ ഒരുപാട് ആയത്തുകൾ സംസാരിക്കുന്നത്. ഇതുപോലെ രണ്ടാമത്തേത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്തുതികീർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ടതാണ്. റബ്ബുൽ ആലമീൻ. അപ്പോൾ ആലമീൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു ലോകമാണ്. അതിൽ ആകാശവും ഭൂമിയും കടലും മരങ്ങളും ജീവജാലങ്ങളും മൃഗങ്ങളും മനുഷ്യരും എന്നുവേണ്ട ജീവനുള്ളതും അചേതനവുമായ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ആലമീൻ എന്നൊരു പദം. തേനീച്ച മുതൽ ഉറുമ്പ് മുതൽ ആന മുതൽ എല്ലാം അതിൽപ്പെടും. അപ്പോൾ ഖുർആനിൽ അങ്ങനെ കുറേ ജന്തുജാലങ്ങളെക്കുറിച്ചുള്ള ജന്തുകഥകളുണ്ട് ഖുർആനിൽ. അപ്പോൾ ഈ ആലമിനെക്കുറിച്ച്, ആകാശത്തേക്ക് ഭൂമിയിലേക്ക്, അഫലാ യൻദുറൂനൽ ഇബിൽ, നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ല, വൈലൽ അർളി കൈഫ സുത്തിഹത്, ഭൂമിയെ എങ്ങനെയാണ് പരത്തുന്നത്, അങ്ങനെയുള്ള ചർച്ച. പിന്നെ അർ-റഹ്മാൻ റഹീം, നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിനെ കുറിച്ചാണ്. മാലിക് യൗമിദ്ദീൻ, ഖുർആൻ്റെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ചർച്ച ആഖിറത്തിനെ കുറിച്ചുള്ള ചർച്ചയാണ്. അതിലേക്കാണ് ഇത് വെളിച്ചം വീശുന്നത്. സ്വർഗം, നരകം,
അതുപോലെ തന്നെ ബർസഖിയായ ലോകത്തെ ജീവിതം, ആഖിറത്ത്, അതിലേക്കാണ് ഇത് വെളിച്ചം വീശുന്നത്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഖുർആൻ്റെ മറ്റൊരു വലിയ ലോകം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകളുടെ ലോകമാണ്. ഖുർആനിലെ അൽ ഫുർഖാൻ അവസാനിക്കുന്നത് ഖുൽ മാ യഅ്ബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നിങ്ങളുടെ പ്രാർത്ഥനകളില്ലെങ്കിൽ ഞാൻ നിങ്ങളെ പരിഗണിക്കുകയേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഫാത്തിഹയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ദുആ റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈത വമാ ലിൽളാലിമീന മിൻ അൻസാർ റബ്ബനാ ഇന്നനാ സമീഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ അനാമിനു ബിറബ്ബിക്കും ഫആമനാ റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ. അല്ലേ, എന്തൊക്കെ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദിയ്യ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബി ജഅൽനി മുഖീമസ്സലാ മിൻ ദുർരിയ്യത്തി റബ്ബനാ വതഖബ്ബൽ ദുആ. അനവധി പ്രാർത്ഥന ഖുർആനിൽ കാണുവാൻ സാധിക്കും. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യത്തൻ ത്വയ്യിബ റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസിൻ. അപ്പോൾ ഖുർആൻ്റെ വലിയൊരു ലോകം പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്കുള്ള നിർദ്ദേശം, നബിമാരുടെ പ്രാർത്ഥനകൾ, അള്ളാഹു നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന, റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി. ഞങ്ങൾക്ക് വഹിക്കാനാവാത്ത ഭാരമൊന്നും തരരുതേന്നാണ് എല്ലാ രാത്രിയിലും റസൂൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആമന റസൂൽ ഓതണമെന്ന്. അങ്ങനെ ഓതിയാൽ നമുക്ക് വഹിക്കാനാവാത്ത പണിയൊന്നും അള്ളാഹു തരില്ല. അള്ളാഹു നമുക്ക് ആശ്വാസം തരും. അള്ളാഹു ആശ്വാസം തരുമാറാകട്ടെ. അതുപോലെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഹിദായത്ത്, സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം. ഈ രണ്ട് ഭാഗവും ഗംഭീരമാണ്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞാൽ അവൻ അനുഗ്രഹിച്ചവരുടെ മാർഗം, അഥവാ നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, ഇബ്രാഹിം, നൂഹ്, യൂസുഫ്, അങ്ങനെ എല്ലാ നബിമാരുടെയും ചരിത്രം. അതാണ് ഖുർആനിലെ ഒരു ഭാഗം. ഇപ്പുറത്ത് വലല്ലാലിൻ ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലല്ലാലിൻ, ജൂതന്മാർ, അതുപോലെ തന്നെ അഹ്ലു കിതാബിലെ ക്രൈസ്തവ സമൂഹം, അവരുടെ വ്യതിചലനങ്ങൾ, ഹാമാന്, കാറൂന്, ഫിറഔന്, അവരുടെ ലോകം, ഒരു ഡാർക്ക് സൈഡ് ഓഫ് ഹ്യൂമൻ, ആ മനുഷ്യരിലെ ഈ അർത്ഥത്തിൽ അപകടകാരികളായിട്ടുള്ള ആളുകൾ. ഇങ്ങനെ ഫാത്തിഹ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ പില്ലേഴ്സ് ഓഫ് ഇസ്ലാമിൻ്റെ ഏകദേശം പില്ലേഴ്സൊക്കെ ഇതിൽ വന്നത് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഖുർആനിൽ സൂറ അൽ ഫാത്തിഹ എന്ന് പറയുന്നത് കണ്ടൻറ്റ് ഓഫ് ഖുർആൻ എന്ന് നമുക്ക് അതിനെ അങ്ങനെ നോക്കിയാൽ വായിക്കാൻ സാധിക്കുക. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഖുർആൻ നമ്മൾ പൂർണ്ണമായും വായിച്ചാൽ ഇങ്ങനെ ഖുർആൻ്റെ 1/3 ചരിത്രമാണ്. ചരിത്രത്തിലേക്കൊക്കെ ഇത് വെളിച്ചം വീശുന്നുണ്ട്. അങ്ങനെ എല്ലാ അറിവുകളും ലഭിക്കാവുന്ന തിബിയാനൻ ലികുല്ലി ഷൈ മാ ഫറത്ന ഫിൽ കിതാബി മിൻ ഷൈ. ഈ ഖുർആനിൽ ഒന്നും ഞാൻ മാറ്റിവെച്ചിട്ടില്ല, പരാമർശിക്കാതെ പോയിട്ടില്ല, എല്ലാം വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്. അങ്ങനെ അറിവിൻ്റെ ഒരു മായാലോകം, മായിക ലോകം, അറിവിൻ്റെ ഒരു വല്ലാത്ത ഒരു എൻസൈക്ലോപീഡിയ, അറിവിൻ്റെ ഒരു മഹാലോകത്തേക്ക്, ഒരു മഹാസാഗരത്തിലേക്ക്, ഖുർആനിലേക്ക് പ്രവേശിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രവേശിക്കുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വേദഗ്രന്ഥത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.